കോതമംഗലത്ത് 6 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയത് രണ്ടാനമ്മ അനീഷ. ഭർത്താവിനെ നഷ്ടപ്പെടുമെന്ന സംശയമാണ് കൊലപാതകത്തിന് കാരണം. കുട്ടിയുടെ വായും മൂക്കും അടച്ച് ശ്വാസം മുട്ടിച്ചെന്ന് പ്രതി മൊഴി നൽകി. അനീഷയുമായി ഇവർ താമസിച്ചിരുന്ന വീട്ടിൽ പോലീസ് തെളിവെടുപ്പ് നടത്തി. 6 വയസ്സുകാരി മുക്സാനെ കിടന്നിറങ്ങുന്നതിനിടെ വായും മൂക്കും പൊത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ചായിരുന്നു കൊലപാതകം. അനീഷയുടെ ഭർത്താവ് അജാസ് ഖാന് ആദ്യ ഭാര്യയിലുണ്ടായ കുട്ടിയാണ് മുക്സാൻ. കുട്ടിയുമായി സംസാരിക്കാൻ അജാസ് ഖാന്റെ ആദ്യ ഭാര്യ ഇടയ്ക്കിടെ വിളിക്കാറുണ്ട്. പിരിഞ്ഞു കഴിയുന്ന അജാസ് ഖാനും ആദ്യ ഭാര്യയും കുട്ടിയുടെ പേരിൽ വീണ്ടും ഒന്നിക്കുമോ എന്ന സംശയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രതിയുടെ വെളിപ്പെടുത്തൽ. അനീഷ അല്ലാതെ കേസിൽ മറ്റാർക്കും ബന്ധമില്ലെന്നും പോലീസ് വ്യക്തമാക്കി. പ്രതി അനീഷയുമായി ഇവർ താമസിച്ചിരുന്ന വീട്ടിലെത്തി പോലീസ് തെളിവെടുപ്പ് നടത്തി. കൊല്ലപ്പെട്ട 6 വയസ്സുകാരിയും അനീഷയുടെ 2.5 വയസ്സുള്ള കുട്ടിയും ഒരുമിച്ച് ഒരു മുറിയിലാണ് കിടന്നിരുന്നത്. അജാസ് ഖാൻ വീട്ടിലില്ലായിരുന്ന സമയം അനീഷ കുട്ടികളുടെ മുറിയിലെത്തി കൊലപാതകം നടത്തുകയായിരുന്നു. ഇന്നലെ പുലർച്ചെ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയ അജാസ് ഖാൻ കുട്ടിയെ വിളിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ കണ്ണു തുറന്നില്ല. തുടർന്ന് നാട്ടുകാരെ വിളിക്കുകയായിരുന്നു. സംശയം തോന്നിയ അയൽവാസികളാണ് പോലീസിൽ വിവരം അറിയിച്ചത്. രാത്രി ഉറങ്ങാൻ കിടന്ന കുട്ടി ഉറക്കത്തിൽ മരിച്ചതാവാമെന്നായിരുന്നു അനീഷ ആദ്യം പറഞ്ഞത്. കുട്ടിയുടെ മരണം ശ്വാസം മുട്ടിയാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതോടെ കൊലപാതകം തെളിഞ്ഞു. ഇതിനിടെ അജാസ് ഖാനെയും അനീഷയെയും കസ്റ്റഡിയിലെടുത്ത് പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ഉത്തർപ്രദേശ് സ്വദേശികളാണ് അജാസ് ഖാനും ഭാര്യ അനീഷയും. ആദ്യ ഭാര്യയുമായി പിരിഞ്ഞ ശേഷം ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് അജാസ് ഖാൻ UP-യിൽ നിന്നും അനീഷയെ കൂട്ടിക്കൊണ്ടുവന്ന് ഒപ്പം താമസം തുടങ്ങിയത്. ജനം, കൊച്ചി.